ഗൗരവത്തോടുകൂടിയാണ് എല്ലാ പത്രങ്ങളും മനോരമ മാതൃക അടക്കമുള്ള എല്ലാ പത്രങ്ങളും ഇറങ്ങിയത്. അദ്ദേഹം അത്ര വലിയൊരു ജനപ്രിയനായിട്ടുള്ള കഥാകാരനായിരുന്നു എന്ന് ഞാൻ നേരിൽ കണ്ടാണ്. ഈ സുൽത്താൻ അലീസിന്റെ വീട്ടിലെ പോകുന്നത് മനോരമ അതുപോലെ എല്ലാ പത്രങ്ങളും ഈ മ്യൂസിയം പോലെ അവിടെ സുൽത്താൻ അദ്ദേഹത്തെ ചാരിസേര എഴുത്തുപാട് പേന എഴുതുന്ന പുസ്തകങ്ങളെല്ലാം കയറി വരുന്ന മുറിയിൽ സുൽത്താൻ അലീസ് താങ്കൾ താങ്കൾ ഉള്ളിൽ ഭാര്യനെ അയാളില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഭാര്യ ആ മുറിൽ വന്നത് എല്ലാം കാണാം. എല്ലാ ഗ്രാമവും ഉപയോഗിച്ചിട്ടുള്ള ഗ്രാമവും ദശകളിൽ ഗ്രാമവും എല്ലാം അകത്തും മുറിയും ഏകദേശം ഈ മുറിയുടെ ഒരു മുക്കാൽ ഭാഗം ആ മുറിയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ കൊടുക്കുന്ന അലങ്കാരങ്ങളിൽ നിന്നും ഇന്നും നിൽക്കുന്നു. ഈ മനുഷ്യൻ മലയാള സാഹിത്യത്തിലെ ജനപ്രിയനായിട്ടുള്ള ഒരു കഥാകാരനായിട്ട് വന്നതുപോലെ നിസ്സാര അനുഭവങ്ങളൊന്നുമല്ല. അദ്ദേഹം ആദ്യം ഒരു എഴുത്തുകാരനായിരുന്നില്ല, ഒരു കഥാകാരനായിരുന്നില്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. 1923 വൈക്കം സത്യാഗ്രഹം നടന്നു. ഗാന്ധിജി വന്നതാണ് പഠിക്കുന്നു. അതായത് 14 വയസ്സ് ഉള്ളപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഓടി ചെന്ന് തുറന്ന ജയിലിൽ പോയിക്കൊണ്ടിരുന്ന ഗാന്ധിയുടെ വണ്ടിയിൽ ഉഴഞ്ഞു കയറുകയും അദ്ദേഹം ചെന്ന് തൊടുകയും ചെയ്യുന്നു. അതിന് തൊട്ടവരും പറ്റിയെന്ന് പറയുമ്പോഴും യാഥാസ്ഥികരായിട്ടുള്ള അധ്യാപകർ അദ്ദേഹത്തെ വഴക്കും. കാരണം ഈ സമരം ബ്രിട്ടീഷ് ഗവൺമെന്റിന് എതിരായിട്ടുള്ള സമരം. അങ്ങനെയുള്ള ഒരു സമരത്തിൽ പോയി ഒരാൾ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹമാണെന്ന് വരെ തെളിയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ചെയ്തത്. അതിനുശേഷം അവിടുന്ന് കള്ളവണ്ടി കയറി മലബാറിൽ പോയി കോഴിക്കോട് ഉപ്പിസത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും അവിടുന്ന് പോലീസ് കടത്തുകയും വരും. അതിനുശേഷം പുള്ളി വീണ്ടും നാട് വിട്ടപ്പോൾ അച്ഛനോട് പിണങ്ങിയിട്ട് നാട് വിട്ട് അല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാകെ കൽക്കട്ടയിലോ അങ്ങനെ അരഞ്ഞാണ് പല ജോലികളും ചെയ്ത് 10 വർഷക്കാലം അദ്ദേഹം ഇത് അതെന്താണെന്ന് തിരിച്ചെത്തിയതിന്റെ രാത്രി സമയത്ത് ഒരു 11 മണിയൊക്കെ വീട്ടിലെത്തി. അപ്പൊ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഇദ്ദേഹത്തിന്റെ കുട്ടിയും ശരീരവും അമ്മ ദയനീയമായിട്ട് നോക്കിയിട്ട് കഞ്ഞി വളർത്തി. വെള്ളം ക്ഷീണം ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ വന്നിട്ട് കഞ്ഞി വളർത്തി. അപ്പോൾ അദ്ദേഹം ചോദിച്ചെന്നാണ്, ഞാനിന്ന് വരുന്നത് അമ്മ പ്രതീക്ഷിച്ചാണ്. അപ്പൊ നീ പോയതിനെ എല്ലാ ദിവസവും ഞാനിങ്ങനെ കഞ്ഞിയുമായിട്ട് കാത്തിരിക്കും, ഇന്നൊരു കാത്തിരിക്കുമായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഒരു അമ്മയുടെ സ്നേഹത്തെ കുറിച്ച് മനസ്സിലാക്കി. നാടുവിട്ട് അച്ഛനോടുള്ള ചെറിയ പുരസ്സൽ, അതായത് വാക്കുകളൊക്കെ ഉണ്ടായപ്പോൾ നാടുവിട്ട് പോയത്. അങ്ങനെ ഈ അമ്മ ഇങ്ങനെ കാത്തിരിക്കുന്ന പറയുമ്പോൾ അദ്ദേഹത്തിന് അന്നേരം വളരെ വലിയൊരു വെള്ളമുണ്ട്. അമ്മ എന്താണെന്ന് അദ്ദേഹം അന്നേരം മനസ്സിലാക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം കുറച്ച് ദിവസം വീട്ടിലെത്തി. അപ്പൊ ഇവിടെ വന്ന് പഴയ പ്രതാപങ്ങളിൽ നഷ്ടപ്പെട്ടു വരും. വെട്ടിക്കാട്ട് മുക്കിന് 16 വശം മൂവാറ്റുപുഴ 2 പിരിയുന്ന മണ്ണന്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലക്കാരുടെ സ്ഥലമാണ്. 2-3 ഏക്കർ സ്ഥലമുള്ള ആ സ്ഥലക്കാരന് ഇദ്ദേഹത്തിന്റെ അച്ഛൻ വാപ്പം കായ് കുടുംബം ബഷീറും കുടുംബം അമ്മയൊക്കെ താമസിക്കും. അത് ഓലപ്പുരയാണ്. ആ ഓലപ്പുര ഇദ്ദേഹത്തിന്റെ പ്രസവത്തോട് തന്നെ വീടുണ്ടായിട്ട് നശിച്ചുപോയെന്ന് പറഞ്ഞു. അങ്ങനെ മാറിയിട്ട് പാലാങ്ങാട് പാലത്തിന് സമീപം കലകലപ്പുറത്ത് ബസ് സ്റ്റാൻഡിന്റെ കിഴക്കുവശം, അതായത് കിഴക്കോട്ടെ പാലാങ്ങാട് പാലത്തിന്റെ ഒരു വീട്, ചെറിയ വീട് ഓലപ്പുരനെ കേട്ട് ഒരു വീട് പണിതിട്ട് അവിടെ വന്ന് താമസിക്കും. ആ വീട്ടിലാണ് അദ്ദേഹം തിരിച്ചു വന്നത്. തിരിച്ചെത്തി കഴിയുമ്പോൾ അമ്മ ഇങ്ങനെ ചോദിക്കും, തറവാട്ടിൽ ഒരുപാട് 5 സഹോദരങ്ങളുണ്ട്. അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ചട്ടികാറുള്ള ഒരു പാട്ട് അദ്ദേഹം അധ്യാപനം ചെയ്തു. അതിന്റെ താഴെ തയ്യൽക്കാരനായിട്ടുള്ള ഹനീഫ, ആൻപ എന്ന് പറയുന്ന മറ്റൊരു അതിഥി, പിന്നെ അബൂബക്കർ വിളിക്കുന്ന മറ്റൊരു സഹോദരൻ, ഫാത്തിമ എന്ന് പറയുന്ന 3 സഹോദരൻ. ഇവരെല്ലാവരും ഒരു വീട്ടിൽ താമസിക്കുന്നു. അപ്പൊ ഈ സന്ദർഭത്തിൽ വളരെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അദ്ദേഹം വല്ലപ്പോഴൊക്കെ വീട്ടിൽ വരും. ഇങ്ങനെ എഴുത്തും കാര്യങ്ങളൊക്കെ. അപ്പം സുഹൃത്തുക്കളും
ഭഗത് സിംഗ്, രാജഗുരു ആശയം ഉൾക്കൊള്ളുന്നതുകൊണ്ട് ഒരു സംഘടന ഉണ്ടായിരുന്നു. സംഘടന അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിലവിലുള്ള സംഘടന. ആ സംഘടന ഉണ്ടാക്കിയിട്ട് ഉജ്ജീവനി എന്ന് പറയുന്ന ഒരു അതിന്റെ മുഖപത്രം, ആ പത്രത്തിൽ ലേഖനങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷിന്റെ അധികാര കമ്മീഷൻ ചെയ്തുകൊണ്ടാണ് അനുപ്രഭ എന്ന പേരിലാണ് എഴുതുന്നത്. വൈകുമ്പോൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് പോലീസ് പ്രഭ തൊഴിലാളി ഏറെ കാലം എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ CP രാമസ്വാമിയുടെ കിരാതമായിട്ടുള്ള ചില അതായത് ആലപ്പുഴയിൽ ആദിസാരി, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം ബീച്ച് ഇതിലുള്ള വീഡിയോകൾ അങ്ങനെ യുവാക്കളെയൊക്കെ വേട്ടയാടുന്ന കാലഘട്ടത്തിൽ ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും പറഞ്ഞ ശബ്ദം കഴിഞ്ഞാൽ വേട്ടയാടുക, ഓരോരുത്തരും പിടിച്ചു ക്രൂരമാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള പറഞ്ഞു. ആനിം മസ്ക്രീൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാളിയുടെ വീടാക്രമിച്ച് വിളിച്ച് അവിടെ പിടിച്ചെടുത്ത് അങ്ങനെ അവരുടെ സ്ത്രീത്വത്തെ അവഹേളിക്കും. അങ്ങനെയുള്ള ഈ ശബ്ദം വരുന്നവരുടെ കണ്ടനിരിക്കുന്ന കിരാത നടപടികളൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ കിരാതമായിട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ടുള്ള ലേഖനങ്ങൾ എഴുതും. ജീവനി എന്ന് പറയുന്ന മുഖപത്രത്തിൽ എഴുതിക്കൊണ്ടിരുന്നു. അതിലൊരു അങ്ങനെ അദ്ദേഹം ഈ കിരാത നടപടികൾ കണ്ടിട്ട് ധർമ്മരാജ്യം എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതി. ഈ ധർമ്മരാജ്യം, ആ ധർമ്മരാജ്യത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തില് എല്ലാം നശിപ്പിക്കുന്ന ഒരു മതയാന ഇറങ്ങിയിട്ടുണ്ട്. ആ മതയാന എല്ലാ മതിലുകളും എല്ലാ വീടുകളും എല്ലാ പുൽമേടുകളും ചവിട്ടി അരച്ച് ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുകയാണ്. യുവാക്കളെ, നിങ്ങളിൽ കരുത്തുള്ളവർ, ശേഷിയുള്ളവർ വരുക. നമ്മുടെ ധർമ്മസ്മക്കുല ദൈവതം എന്ന് പറയുന്നത് ധർമ്മം, നീതി, ദൈവഹിതം എന്ന് പറയുന്ന തിരുവാതിരയുടെ ആ ഒരു തത്വം എല്ലാം ചവിട്ടി അരച്ചുകൊണ്ട് മതയാന വിലസിക്കൊണ്ടിരിക്കുകയാണ്. ആ മതയാന തളയ്ക്കേണ്ടതും അതിനെ നശിപ്പിക്കേണ്ടതും യുവാക്കളെ നിങ്ങളുടെ കടമയാണ്. നമ്മുടെ ധർമ്മം ഒരു പൈതലിനെ പോലെ ഒരു ചെറുമതിയും ആ അമ്പലക്കുളത്തിൽ ചവിട്ടി ആ കുളത്തിലിറങ്ങി അതിനെ മുക്കിക്കൊല്ലുന്ന മുമ്പേ പ്രതികാത്മകമായിട്ടുണ്ട്. ആ ധർമ്മം അത് സംരക്ഷിക്കാൻ പറ്റും. യുവാക്കളെ നിങ്ങൾ ഇറങ്ങി വരിക, നിങ്ങളുടെ കരുത്തുള്ള വരിക എന്ന് പറഞ്ഞാൽ ലേഖനം സർസീപിയുടെ ഒരു പേര് പോലെ വെച്ചിട്ടുണ്ട്. ഈ വിജയുടെ വായിച്ച സർസീപി ഇത് എന്നെ കുറിച്ചാണ് എന്ന് മനസ്സിലാക്കി. രണ്ടര വർഷം തടവിൽ, 2 കൊല്ലത്തെ വില 2 കൊല്ലത്തെ വില ജയിലിൽ. ആ സമയത്താണ് അദ്ദേഹം പൂന്തോട്ടം ഉണ്ടാക്കി. ആ പൂന്തോട്ടത്തിൽ ഒരുപാട് റോസാപ്പൂക്കൾ വളർത്തുകയും അപ്പോഴവർക്ക് കമ്പ് കഴിയുന്ന നാരായണപ്പുറത്ത് ജയിലിൽ വരികയും നാരായണ ആൾക്കാരുകയും നാരായണ ഇദ്ദേഹം പോയി സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എന്തിനാണ് സ്വാതന്ത്ര്യം? എനിക്ക് ഈ ആരുടെ സ്വാതന്ത്ര്യം കണ്ടപ്പോൾ സ്വാതന്ത്ര്യം ഞാൻ കുറെ കണ്ട ഇത് ഇതാ തന്നെയാണ് നാളെ പറയുമ്പോൾ ജയിലിന്റെ വാളുകൾ പിന്നീടാണ് അദ്ദേഹം മന്ത്രിയോടായിട്ടൊക്കെ എഴുതി. ഇങ്ങനെയുള്ള അലഞ്ഞു തിരിഞ്ഞ അനുഭവങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ അനുഭവങ്ങൾ ഇത്തരം ജയിൽ ചിത്രങ്ങൾ എഴുതിയാൽ കിട്ടുന്ന കൂടിയതാണ്. ആ ഒരു വളരെ സങ്കടത്തോടുകൂടിയാണ് അദ്ദേഹം കഥ എഴുതിലേക്ക് വരുന്നത്. ആദ്യം ഒരു എൻ്റെ രംഗം എന്ന് പറയുന്ന ഒരു ചെറുകഥയാണ് ആദ്യം എഴുതിയത്. ചെറിയ കഥകൾ പറയാനാണ്. അതിനുശേഷമാണ് അദ്ദേഹം പ്രേമലേഖനം എന്ന് പറയുന്ന ഒരു ആറാധ്യായം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനത്തെ പതിപ്പിലായിരുന്നു 50 പേജുണ്ടെങ്കിലും അത് വലിയ ഫോണ്ടിൽ ഉള്ളവർക്ക് വായിക്കാൻ വലിയ ഫോണ്ടിലാണ് കഴിയും. അപ്പൊ പോലെ 52 പേജ്. ആ ചെറിയ ഫോണ്ടിലൊക്കെ ആക്കിയാണെങ്കിൽ എന്താ കാഴ്ചപ്പാട് 35 പേജ് ഒരു ചെറിയൊരു നാടകം, ആ നല്ലൊരു നോവലാണ്. ആ നോവല് ഇദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും തന്നെ ആ നോവല് വന്നതെന്നുള്ള നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കും. അതിൽ 2 കഥാപാത്രങ്ങളുണ്ട്. കേശവൻ നായരും അതുപോലെ തന്നെ സാറാമ്മയും. ഈ കേശവൻ നായരും സാറാമ്മയും എന്ന് പറഞ്ഞാൽ നല്ല നർമ്മ
ജീവിതം ജീവിതം എവിടെയും പ്രണയം സുരക്ഷിതമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ സാധാരണ എങ്ങനെ ജീവിതം വിനിയോഗിക്കുന്നു ഇതിനുള്ള മറുപടി കത്തെഴുതി സാധാരണ അത് ഒറ്റമായി നോക്കിയിട്ട് മത്സരം കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പോൾ ഒരു പറയും ഞാൻ സാധാരണ വിവാഹം കഴിക്കണമെന്ന് പറയും. അപ്പോഴും സാധാരണ കാര്യമായിട്ടുള്ള മറുപടി എന്ന് പറയാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നമ്മളങ്ങനെ വിവാഹം കഴിച്ചു എന്ന് വിചാരിക്കും. നമുക്ക് 2 മക്കളുണ്ടാകും, 2 ജാതകങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യ കാലത്താണ് ഇത് എഴുതുന്നതും ഇത് പ്രസിദ്ധീകരിച്ച് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ 2 ജാതിക്കാരാണ്. നമുക്ക് ഒരു കുട്ടി ഉണ്ടായാണെങ്കിൽ 20 പേര്. അപ്പൊ സാമൂഹിക പേര്, ആകാശം പേരിടാം, പേരിടാം, ജാതിപേര് ഇത് നാളെ ഏത് ജാതിയിലാണ് കുട്ടിയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ഒരു രാജ്യത്തെ ആളുകൾ പേരിടാൻ പറ്റും. അപ്പൊ 2 പേര്. അപ്പൊ നമുക്ക് ചീനജാന്റെ പേരിട്ടാകും. അപ്പൊ ചീനജാന്റെ പേര് അദ്ദേഹത്തിന്റെ പേര് അറിയാൻ പോകില്ല. അതിനെന്താ പ്രയാസം? ചീനജാന്റെ പേര് അതേപോലെ അത് വേണ്ട, നമുക്ക് സോവിയറ്റ് പേരിടാൻ. അപ്പൊ അതിന് പ്രയാസമില്ല. സ്കീമിൽ എന്താ ഏത് സോവിയറ്റ് പേരാണ് അപ്പൊ ഇതൊന്നും ശരിയാവില്ല. നമുക്ക് മറ്റു പേരുകളുണ്ട്. അപ്പൊ ചെറുകഥയെന്ന് പേരിട്ടാൽ വിദ്യാവിദ്യെന്ന് പേരിടാം, അല്ലെങ്കിൽ ആകാശത്ത് പേരിടാം, മിഠായി എന്ന് പേരിടാം, എന്തെങ്കിലുമൊക്കെ പേരിടാൻ പറഞ്ഞാൽ നമുക്ക് അതൊക്കെ ടോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പേര്. അപ്പൊ ആകാശം എന്ന് പറയാറുണ്ട്, മിഠായി എന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് ആകാശം മിഠായി എന്ന് പേരിടാം. അപ്പൊ ആ പേര് സമ്മതിച്ച് ആകാശം മിഠായി ഇത് വിളിക്കാതെ തീരുമാനിക്കാം. വല്ല രാഷ്ട്രീയം ഉണ്ടാവുന്നത് അവർ ഏതെങ്കിലും മുൻകാസിനെ പോയി തരട്ടെ. ഇതൊക്കെ നാടൻ പദങ്ങളാണ് ഇതിന്റെ ഇതിലേക്ക് കൊടുക്കുന്നത്. നമ്മുടെ ചക്രോസ്റ്റി എന്ന് പറഞ്ഞു. അപ്പൊ അതിലെല്ലാം കഥയിലൊക്കെ ആവാഹിച്ചുകൊണ്ട് വിട്ട് അത് നടന്നുണ്ടാകാൻ വേണ്ടിയാകാം, അതിനൊരു പ്രചാരം ഉണ്ടാകാം, അത് പല ഇതിൽ കഥ കൊണ്ടുപോയിട്ട് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന് ഈ ഇയാളെ പറയും എനിക്ക് പൈസ ഉണ്ടാകും ജീവിക്കാൻ പറ്റുള്ളൂ. നിന്നോട് ഞാൻ പ്രേമത്തിന്റെ തൊഴിലാളിയാണെന്ന് ആവശ്യപ്പെടുന്നു. അത് 20 ദിവസം നടക്കില്ല. പ്രേമ തൊഴിലാളിയാണെന്നുകൊണ്ട് അത് സംബന്ധിച്ചു ഈ സാറാണ്. അതൊരു ജോലിയാണ്. എനിക്ക് ജോലി ഒരിക്കലും പോകില്ല. ഞാൻ ബിംബായാണ്. ബിംബ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയെന്നാണ് എനിക്ക് ജോലി ഉണ്ടാകുന്നത്. അതുകൊണ്ട് 20 ദിവസം ശമ്പളം കൊടുക്കുന്നു. വേണമെങ്കിൽ എനിക്ക് ഈ പൈസ ഒന്നും ഇതാക്കി 20 കൊടുക്കുന്നു. 3 ചായ മറ്റ് വണ്ടി ചിലവ് എനിക്ക് സാധിക്കുന്നില്ല. വിദേശത്താണെങ്കിൽ ഇതേപോലെ അപേക്ഷ വിദേശ ജോലി തരണം. ഇതാണ് നാളെ വരുന്നുണ്ടോ ആദ്യം എന്നിട്ട് ഇദ്ദേഹം അങ്ങനെ പോയിക്കണം. കിടന്നു കഴിഞ്ഞ് 4 മണിക്ക് പോകണം. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. വിദേശത്തേക്ക് ചോദിക്കണം. അങ്ങനത്തെ സാധാരണ സാധാരണ അവിടെ എഴുതിയിട്ടേക്ക് ഒരു ചിന്തമ്മയുണ്ട്. സാധാരണ ആ ചിന്തമ്മയുടെ ഉപദ്രവം അച്ഛനോട് സഹകാരം എന്നെ സൈന്യം പിടിച്ചിട്ട് പോയി. അപ്പൊ ദേശന്മാർക്ക് മനസ്സിലായി ഈ സാധാരണ എൻ്റെ കൂടെ വരും എന്നാണ്. അങ്ങനെ ഇയാളുടെ പേരെ റെയിൽവേ സ്റ്റേഷനിൽ സാധാരണ ഇതൊക്കെ മനസ്സിലായി. അത് പുരുഷന്മാരായിട്ടുള്ള ബുദ്ധിമാർക്കറിയാം. പെണ്ണിന്റെ ബുദ്ധിയല്ലല്ലോ അത് തീരുമാനിക്കൽ ആ രാജ്യത്തെ തോന്നുക ഈ ശമ്പളം തിരിച്ചു കൊടുക്കുന്ന കൂടെയാണ് കൊടുക്കാതെ അത് ആ പഴയ കൊടുക്കുക ആ ഫാമിലി എത്ര രൂപയാണ് ശമ്പളം കൊടുക്കുന്നത് ആ ശമ്പളം അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടിക്കൂലി പോകുമ്പോഴുള്ള കാശിന് വാച്ച് കയ്യിൽ കിടക്കുന്ന 3 വെച്ചിട്ടാണ് അത് എടുത്തോ. അപ്പൊ ഈ കത്ത് ഞാൻ മുന്നോട്ട് നോക്കട്ടെന്ന് പറഞ്ഞു. ആ കത്ത് വായിക്കും. ജീവിതം എവിടെ ഹൃദയം പ്രേമ സുലഭമായിരിക്കുന്ന ഈ അസുലഭം ജീവിതത്തിൽ ജീവിതം അങ്ങനെ ജീവിക്കും അവസാനിക്കും.
അപ്പോഴാണ് ഈ കഥാകാരൻ വളരെ ബാലസമ്പത്തും ഒക്കെ ഉള്ള ഒരു കഥാകൃത്താണ് അവതാരികയില്ല. അന്നേരം ആൾക്ക് അത് അതൊരു സ്വീകാര്യ അല്ല തോന്നില്ല. 2 കഥ ഒരു ചെറിയ കഥ 35 പേര് മാത്രം കൂടെ അത് ഒരു പുകഴ്ത്തി പറഞ്ഞാണെന്ന് സംശയിച്ചെങ്കിലും അതിനുശേഷം വന്ന നമ്മുടെ ബാല്യരസം അത് അന്നുവരെയുള്ള നമ്മുടെ കഥാപാത്രങ്ങൾ മനസ്സിൽ കിടന്ന കഥാപാത്രങ്ങൾക്ക് മാറ്റിയതാണ്. അതായത് അതുപോലെയുള്ള ശാരദ, പിന്നെ ആത്മക്കുള്ള തങ്കച്ചി, പിന്നെ മാധവൻ ഇതിലേക്കുള്ള ആളുകളുടെ മനസ്സിൽ പതിഞ്ഞുള്ള കഥാപാത്രങ്ങൾ അതുപോലെയുള്ള വായനയിൽ നോവൽ വായനയിൽ പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങൾ ഈ കഥയിൽ മജീദിനെ സൂര്യനെ ഒരാൾക്കും മറക്കാൻ പറ്റാത്ത ഒരു അവസരവും ഒരു പതിഞ്ഞു കിടന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ MP പോൾ സാറിന്റെ അവതാരികൾ പറയുന്ന പോലെ ഈ നോവൽ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഏടുകളാണ്. വക്കീൽ രക്തം കുടിക്കുന്നത് ചോര കാണുമ്പോൾ നോക്കാനും അതുപോലെ തയ്യാറെടുപ്പൊക്കെ വരുന്നവർ ഈ നോവൽ വളരെ സൂക്ഷിച്ച് വായിക്കുന്നതാണ്. അപ്പൊ ഈ ആൾക്കാർ വന്നോടെയാണെന്ന് മറ്റേ സംശയം പറഞ്ഞു. ഈ നോവൽ എന്ന് പറഞ്ഞ പറഞ്ഞ തന്നെ ബഷീറിന്റെ ജീവിതത്തിൽ നിന്ന് ചീന്തിയുടെ ഏടുകളാണ്. ബഷീറിന്റെ ആത്മകഥയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബഷീർ ഞാൻ പറഞ്ഞ 2-3 എന്ന് പറയാവുന്ന രീതിയിലുള്ള കായി അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞ ആളുടെ പറഞ്ഞായിരുന്നു. അദ്ദേഹത്തിന് തടിക്കച്ചവടം കിഴക്കൻ മേഖലയിൽ പോയിട്ട് തടിയെടുത്ത് വള്ളം കുത്തിക്കും. ഒറ്റത്തടി വള്ളത്തിന് നമ്മൾ കൂടുതൽ വിലയിൽ കിട്ടും. അതിന് വലിയ പ്രയോഗമാണ്. പെട്ടെന്ന് പോവുകയില്ല. നല്ല തടിയിൽ പിന്നെ പറയുന്നത് നല്ല തടിയിൽ തടിയിൽ ആവശ്യപ്പെട്ട് അവിടെ നിന്ന് പോയി ആ എടുത്ത വളർത്തുന്നത് വള്ളം ഉണ്ടാക്കിയിട്ട് ഈ മൂവാറ്റുപുഴ ആരോഗ്യ ഒഴുകി കൊണ്ടുവന്ന് അവിടെ വളരെ കൃഷി കൊണ്ട് വിദ്യാലയത്തിൽ വരും. പിന്നെ മറ്റു തടികളുള്ളൂ. തടിക്കച്ചവടം ഉണ്ട്. പക്ഷേ എവിടെയൊക്കെ സാമ്പത്തിക പ്രശ്നം വന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോകണം വീട്ടിൽ. അങ്ങനെ അത് ആ ഒരു കുടുംബത്തിന്റെ അകർച്ചയും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ തകർക്കുന്ന ഒരു കഥയാണ്. ഈ സുഹറ ആയിരുന്നു. രാവിലെ മാമ്പഴം വയ്ക്കുന്ന വലിയ തർക്കവും വലിയ ശത്രുക്കളായിരുന്നു. എന്നാൽ 2 വയസ്സിൽ അസുഖമുണ്ടെങ്കിൽ പോലും അവർ ഒരേ ക്ലാസ്സിലായിരുന്നു. ഒരേ ക്ലാസ്സിലായിരുന്നു. പക്ഷേ ഈ മജീദ് പഠിത്തത്തിൽ വളരെ പുറകോട്ടായിരുന്നു. കണക്കിലും പുറകോട്ടായിരുന്നു. അപ്പോൾ സാറ് ദിവസം ഒന്നും കുട്ടിയാൽ ഇവിടെ വലിയ ഇവിടെയുള്ളത് നാട് വളർന്നത് അത് ചേർന്നിട്ട് ഇവിടെ വലിയ ഒന്നാണെന്ന് പറഞ്ഞു. അത് പറയുന്നത് അനുഭവം ഇങ്ങനെയാണ് പറയാം. ഈ ഞാൻ പറഞ്ഞില്ലേ മാലമ്പൂരത്ത് വൈക്കം മാലമ്പൂരത്ത് പഞ്ചായത്തില് വെട്ടിക്കാട്ട് കുട്ടിന്ന് വരുന്ന പുഴ 2000 മണ്ണത്ത് 2000 ചേർന്ന് വീണ്ടും ഒന്നായിട്ട് മാറും. അപ്പൊ ബഷീർ പോയി ഈ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തിന്റെ അവിടെ ചെറിയ 2 പുഴ, ആ പുഴ കണ്ടിട്ട് ചെറുപ്പം വലിയൊരു പുഴയായിട്ട് മാറും. അങ്ങനെയാണ് പുള്ളി പറയുന്നത്. അതാണ് ഈ മജീദിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവതരിക്കുന്നത്. 2 കുട്ടികൾ രണ്ട് ചെറിയ പുഴകളായിരുന്നു. വലിയൊരു പുഴയാണെന്ന് പുള്ളി കണ്ടു ജീവിതത്തിൽ കണ്ടു. അങ്ങനെ അദ്ദേഹം ഈ സൂര്യയുടെ ഇദ്ദേഹത്തിനെ പഠിക്കാൻ പോയി പഠിക്കാനൊക്കെ പോയി കമ്പനിയിൽ ഏജന്റായിട്ട് ജോലി അങ്ങനെ സൂര്യയുടെ പ്രയാണമുണ്ട്. സൂര്യയുടെ ബാപ്പ അടക്കം കച്ചവടക്കാരനാണ്. അടക്കം കച്ചവടം അയാള് അപകടത്തിൽ മരിച്ചുപോയി. ബാപ്പയുടെ കാലം തിരിയാൻ സൂര്യയുടെ വീട്ടിൽ വളരെ ദാരിദ്ര്യമായിരുന്നു. അറിയും ഈ ഇയാളൊന്നും അറിയിക്കാതെ തന്നെ സൂര്യ വിവാഹം കിട്ടുള്ളൂ. അതൊക്കെ അതൊക്കെ 2 ആ 2 സൂര്യനെ പോകാൻ വേണ്ടി. അപ്പൊ ഈ ബഷീർ ഒരു ദിവസം കഴിയുമ്പോൾ സൂര്യയുടെ വിവാഹം കഴിഞ്ഞെങ്കിൽ അവിടെ അപ്പൊ ഇവരുടെ വീട്ടിലെ എതിർപ്പാണ്. എതിർപ്പാണ് അതിന്
സൂറ യാത്ര കൊണ്ട് പോകുന്നത് ബസ്സിൽ പോകണ്ടി ബസ് പോകേണ്ട ബസ്സിൽ പോകണ്ടി ആ ബസ് പിന്നെ പോകണ്ടിട്ടുണ്ട്. അന്നേരം സൂറ ഇപ്പോൾ പറയാൻ പോകും ഇതാണ് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി വിട്ടുപോയിട്ട് പിന്നെ പുള്ളി ചെറിയ കമ്പനിയിൽ ആക്സിഡന്റ് കാലം മുന്നിൽ ആ കാലം മുന്നിലോട്ട് പുള്ളി ആരും ജോലിയൊന്നുമില്ലാത്ത അവസാനത്തെ ഓട്ടം വെച്ച് പാത്രം കഴിവത്ത് പോയി ഇരിക്കുന്നത്. അവിടെ ആത്മാർത്ഥമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് ആരും അറിയുന്നുണ്ട്. കുറെ ആളുകളുണ്ട് മുംബൈയുടെ ഒരു അത്യന്തം അറിയപ്പെടും സൂറക്ഷയോ വീട്ടിന്റെ മുമ്പിൽ ഹൃദയം ശൂന്യമായി പോയി പ്രപഞ്ചം വിശലമായി പോയതാണ് ഹൃദയം. അത് സൂര്യന്റെ ആത്മ സഖി പോയപ്പോൾ ഹൃദയം പറഞ്ഞു ഹൃദയം ഇല്ലാതായി പ്രപഞ്ചം ശൂന്യമായി പോയി. അപ്പൊ അത് പൃഥ്വിനെ വെച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. അന്ന് തരം യാത്ര പോകുന്നത് സൂര്യ എന്തായിരുന്നു പുതിയൊരു നവീനമായിട്ടുള്ള രീതിയിൽ സാധാരണ പറയുന്നത് ഇവരുടെ ചോദ്യങ്ങൾ ഇതുകൊണ്ടാണ് അവിടെ അവസാനിക്കുന്നത്. ഒരു നവീന കഥാകാരൻ ശരമനോഹരമായിട്ടുള്ള മനുഷ്യന്റെ ഹൃദയത്തിപ്പോൾ തൊട്ടടുക്കുന്നത് ഹൃദയം കുറച്ചെടുക്കുന്നു ഹൃദയം ശൂന്യമായി കിടക്കുന്ന സ്ഥലപ്പെടുത്താതെ എടുക്കുന്ന ഒരു കലാകാരൻ അങ്ങനെ നമുക്കുണ്ടാകും. അപ്പോൾ നേരത്തെ പറഞ്ഞ സംശയങ്ങളൊക്കെ തിരഞ്ഞെടുപ്പും ആണ്. അതിനുശേഷം ഉടനെ തീർച്ചയായിട്ടും ആ നോവലാകട്ടെ ഈ മുസ്ലിം സമുദായത്തിന് ഇതിന്റെ സാമ്പത്തിക ചോദിച്ചാൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിട്ട് വളർന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ബഷീറിന്റെ നടക്കുന്നത് സാമ്പത്തികമായിട്ടൊന്നും ലഭിക്കുന്ന സാഹചര്യം 19 ആണെങ്കിൽ ആ സാഹചര്യം പഴയ പോലെ അങ്ങനെ ഈ തന്റെ ആളുകളും ഇവിടെ വലിയ തറവാട്ട് ആണെന്ന് പറയുന്ന ആ ഒരു പൊങ്കച്ചം ആ പൊങ്കച്ചത്തെ പല തറവാട് അതിനെ പോയെങ്കിലും ഇതിന്റെ പോലുള്ള പഴയ പ്രതാപം ജീവിച്ചു പഠിപ്പിക്കാൻ പ്രതാപം പഠിപ്പിക്കേണ്ടതില്ല അതിനൊക്കെ ചോദിച്ചു ഈ പറയാനുണ്ടാവുന്ന ആ നോവലിൽ മാർക്സ് പാർട്ടികൾക്ക് കോൺഗ്രസ് അനുകൂലമായിട്ട് പറഞ്ഞു. മാർക്സ് പാർട്ടികൾക്ക് കോൺഗ്രസ്സുകാര് അനുകൂലിച്ചിട്ടുണ്ടോ? ഏത് ഗവൺമെന്റാണ് പങ്കോസ്തമാക്കി അങ്ങനെ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ പൈസ നേടിക്കൊടുത്തു ഈ മാർക്സിന്റെ പിന്നീട് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പുസ്തകം നോൺ ഡീറ്റെയിൽ ആയിട്ട് ലക്ഷക്കണക്കിന് ഉപയോഗിച്ചു അതിന്റെ റോയൽറ്റി ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു വീട് വാങ്ങാൻ സാധിക്കും. ആ റോയൽറ്റി കൊണ്ടാണ് തലവേദന പുറത്ത് വെച്ചാൽ ബാധിക്കുന്ന 12 സെന്റ് സ്ഥലം ഒരു മാറ്റം കൊണ്ട് ആളുകൾ ഇദ്ദേഹം കഴിഞ്ഞു. കാരണം ഒരു വീട് വെച്ച് മാറണം. ആ സമയത്തും അദ്ദേഹം പോകാൻ കഴിഞ്ഞില്ല. കാരണം വീട് 12 സെന്റ് സ്ഥലം മേടിച്ച് അവിടെ വീട് വെച്ച് താമസിച്ചിട്ട് അവിടെ ആ വീട്ടിൽ വെച്ചാണ് ഭാഗ്യങ്ങളുടെ സിനിമയുടെ കഥകളുള്ളത്. ആ വീട്ടിൽ ഞാനിരിക്കെ ബാങ്കിന്റെ വികസനത്തിന്റെ ഭാഗമാണ് പ്രണബ് ബാങ്കിന്റെ വികസനത്തിന്റെ ഭാഗമാണ് പ്രണബ് ബാങ്കിന്റെ അന്നത്തെ ഡയറക്ടറായിട്ടുള്ള ബോർഡ് സ്റ്റാൻഡ് ബാങ്കിന്റെ വികസനത്തിന് തലവട സ്ഥലം കഴിച്ചു. അപ്പൊ വീട്ടിലേക്ക് ഒരു കൂട്ടുകാരൻ പോയാണ് ഇന്ന് ബോർഡ് സ്ഥലം അതിനൊക്കെ മുച്ചിട്ടാള് എറണാകുളം മുച്ചിട്ടാള് സന്ദർശനമായിരുന്നു. അപ്പൊ ഞാൻ എന്റെ വീട് തന്നെയാണ് വീടിന്റെ സ്ഥലത്താണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ തരാൻ പറ്റുമോ? അതിനെന്ത് കിട്ടും? 15,000 രൂപ നാട്ടിൽ വരണം ആ വീട്ടിൽ സാധിക്കും ആ കാലത്ത്. അപ്പൊ ഞാൻ 25,000 രൂപ ആ 25,000 രൂപ വാങ്ങിക്കൊണ്ടാണ് വെട്ടിയതാവുന്നത്. ഞാൻ വേർപൂർക്ക് പോകും. വേർപൂർക്ക് പോയിട്ട് ഒരു വഴിയില്ലാത്ത അള്ളുള്ള വഴി ഒരാൾക്ക് നടന്നു പോകും മറ്റൊരു വഴി ഉള്ള സ്ഥലം. അത് ആ വഴി 3/4 കിലോമീറ്റർ ഉണ്ട്. ആ വഴി ഞാൻ വീട്ടിൽ പോകാം 3/4 കിലോമീറ്ററുള്ള ആ വഴിയിലുള്ള സ്ഥലമാണ്. അത് 2 ഏക്കർ പോയി 2 ഏക്കർ വാങ്ങണം. 2 ഏക്കർ വാങ്ങുമ്പോൾ ഈ വഴിയിലുള്ള സ്ഥലമാണ്. വഴിയിലുള്ള സ്ഥലം വാങ്ങിയിട്ട് അങ്ങനെ പുള്ളിക്ക് 1970 കേന്ദ്ര പ്രവർത്തിച്ചു. അത് കൊടുക്കാൻ വേണ്ടി നല്ല വീട്ടിലെത്തിയ
കളക്ടറും അതുപോലെ സാംസ്കാരിക വകുപ്പും മന്ത്രി നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഗാന്ധിയുടെ തൊട്ടാളും പ്രധാന സാഹിത്യകാരൻ അയാളുടെ വീട്ടിലേക്ക് വഴി ഉടനെ അക്വറി ചെയ്യാനായിട്ട് ആ സാംസ്കാരിക വകുപ്പ് മന്ത്രി ജയകുമാറാണെന്ന് കോഴിക്കോട് കളക്ടർ ജയകുമാർ പോലെ കൃഷ്ണനായകമാർ ഇതൊക്കെ കഴിയും അദ്ദേഹത്തിനോട് പറഞ്ഞ് തന്നെ അക്വറി ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ വീട്ടുകാരുടെ സ്ഥലം ബസ് പോകുന്ന റോഡിലുള്ള ആദ്യത്തെ വീട്ടുകാരുടെ സ്ഥലം പോയി മറ്റുള്ളവർക്ക് നല്ല വഴിയെടുത്ത് ബസ്സിരുന്നു നല്ല വഴിയേക്കാതെ ഇപ്പോഴും ലോറി കേരളം ബസ്സിന്റെ വീട്ടിൽ കാരണം അവിടെ എലുഷേക്കിൽ വളർന്നു കാരണം ഒരുപാട് കയറും അദ്ദേഹം പിന്നെ അത് ആ റോഡ് പിന്നെ പോയി ഇന്നത്തെ ദിവസം അങ്ങനെയാണ് ബസ്സിന്റെ ഒരു വഴിയുണ്ടായിരുന്നു വീടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ ഹിന്ദു പറയാനായിട്ട് നടത്തുന്ന ലോറിയിലായിട്ട് ഒരു മുസൽമാന്റെ പുസ്തകം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ജോസഫ് ടച്ചിന്മാർക്കാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്നത് നമ്മൾ സ്വീകരണം ചെയ്ത അദ്ദേഹത്തിന്റെ ജീവിതത്തോടെ വലിയ അനുഗ്രഹമാണ്. അദ്ദേഹം ഇങ്ങനെ സത്യകാരനൊക്കെ ആയെങ്കിലും അദ്ദേഹം അവിടെ വളരെ ലളിതമായിട്ടുള്ള ജീവിതം ചായ അവിടെ നാട്ടുകാർക്ക് വരുമ്പോൾ ഷണ്ടാകാറുണ്ട് പോയി ചായ കുടിക്കുകയൊക്കെ അങ്ങനെയൊക്കെ ഇതൊക്കെ ആണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ജീവിതത്തിനോട് ഇഴുകിച്ചേർന്ന എല്ലാം തുറന്നു പറയുന്ന ഒരു കൃതി പാത്തുമ്മേടാണെന്ന് പറയുന്ന നോവൽ തന്നെ ആ നോവൽ പോലെ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് എഴുതിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ അനുജന്മാരുടെ ഭാര്യമാരും ആ വീട്ടിലെ ആളും ആ വീട്ടിലെ എന്തെങ്കിലും കൊച്ചുകുട്ടിയും അന്യന്മാരുടെ മക്കളും എല്ലാവരും കഥാപാത്രങ്ങളുന്ന ഒരു റിയലിസം കുറുക്കിയെഴുതിയുള്ള ഒരു നോവലാണ്. നോവലെന്ന് പറഞ്ഞാൽ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നു കഴിയുമ്പോൾ അതായത് 10 പൈസക്കാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ചൂടുന്ന തീരുന്ന ഞങ്ങൾ ചൂടുന്ന തീരുന്ന പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞ് ഗതിയിലെന്ന് പറഞ്ഞാൽ പാത്തുമ്മയുടെ മോളാണ്. ഒരു മോള് മാത്രമുള്ളൂ. ഗതിയുടെ ഭർത്താവിൻ്റെ കൊച്ചുന്ന ആ കൊച്ചിൻ്റെയും ഗതിയിലെയും ആടും അടുത്തന്നെയാണ് കൊച്ചിൻ്റെ വീട്ടിൽ അയാളെ കൊണ്ട് നടക്കുന്നുണ്ട്. അയാൾ പ്രസ് തന്നെ നടന്നത് അവിടുന്ന്. അപ്പൊ അതിന്റെ 4 പേരുടെ വന്നു അവർക്ക് മുമ്പേ ആടും അതിന്റെ പുറകെ പാത്തുമ്മ അതിന് പിന്നാലെ കൊച്ചുണ്ണി വാര പോലെ ഗതിയിൽ 6 പേരുടെ വന്നു വന്ന് എന്തെങ്കിലും ഇങ്ങനെ മേടിക്കുന്നത് എനിക്ക് 1 രൂപ വേണം. എന്നിട്ട് ആ നാണയത്തിന് തന്നെ വേണം 1 രൂപ വേണം 5 രൂപ 50 പൈസ വേണം 100 ഇരിക്കുക അത് പറഞ്ഞ് ഒരു കമ്മൽ വരെ സ്വന്തം കൊണ്ടു വരെ വീട്ടിലോട് പറഞ്ഞിട്ടുണ്ടാവും. അത് മറ്റുള്ളവരെ അറിയരുത്. അവിടെ മറ്റുള്ളവരെ അറിഞ്ഞ എല്ലാവരും കൂടി രഹസ്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ ചട്ടുകാരങ്ങളെ അബ്ദുൽ ഖാദർ എന്നാണ് പറയുന്നത്. അബ്ദുൽ ഖാദർ എറണാകുളത്ത് വന്നിട്ട് പുള്ളിനെ വ്യാകരണം പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതായത് അബ്ദുൽ ഖാദർ വന്നപ്പോൾ ഈ ഞാൻ കാലത്ത് വായിക്കും. ഞാൻ എനിക്ക് ഈ പുസ്തകങ്ങളൊക്കെ എടുത്തു ഞാൻ പാകനാണ് വായിച്ചെടുത്ത് തിരിച്ചു വരുമ്പോൾ എന്തൊക്കെയാണ് എഴുതുന്നത് ഇതിന്റെ ആക്കിയ വ്യാഖ്യാത അന്വേഷണം ഒന്നുമില്ലാതെ എഴുതിയപ്പോൾ അപ്പൊ വ്യാകരണം ഞാൻ സംസാരിക്കുന്ന ഭാഷയാണ് അതിനാണ് ഇതിന്റെ ഒരു പ്രാക്ടീസ് ആദ്യം ആക്കിയതിലേക്ക് മനസ്സിലായി. പിന്നെ എനിക്കത് മലയാളത്തിൽ എത്ര അക്ഷരം എഴുതുന്ന കുറവുണ്ട്. അക്ഷരം ഒന്നും വാസ്തവത്തില് ബഷീറിന്റെ വ്യാകരണം അത്ര തന്നെ അറിയില്ല എന്നുള്ളത് അദ്ദേഹം കുറവുണ്ട്. എങ്കിലും ആ സാഹിത്യം ഈ പറഞ്ഞ എല്ലാം ചേർത്തുകൊണ്ടുള്ള ആ സാഹിത്യം ഇന്നും എന്നും നിലനിൽക്കുന്നതാണ്. അതിൽ ആളുകൾ വായിക്കാൻ ഇത്രമാത്രം ലാളിത്യമുള്ളതും ഇത്രമാത്രം സൗകര്യമുള്ള വളരെ കുറവാണെന്ന് പറയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റു കഥാപാത്രങ്ങളെല്ലാം തന്നെ നമുക്ക് പൊട്ടന്മാരാണെന്നൊക്കെ വരും. അവർക്ക് വളരെ വലിയ ചോദ്യങ്ങൾ ചോദിച്ചാണ് കുറിച്ച് നമ്മൾ മാറ്റം എന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസറാണ് വരുന്നത്. ചോദിക്കുമ്പോൾ പള്ളിക്കെതിരെ പറയും ഏതാണ് കൊടുത്തത് അയാൾ വളരെ പള്ളിയിൽ കുറിച്ചിട്ടുണ്ട്.
റിസർച്ച് വിളിച്ചപ്പോൾ അതിന് കുറച്ച് ഭാഗം ഞാൻ ഒരു പോലീസുകാരനെ വിളിച്ചു. ആ പോലീസുകാരന് 4 പെൺമക്കളാണ് ഒരു കൊടുക്കുന്നത് പോലെ അങ്ങനെ ഈ കലാകാരൻ ഇതിനുള്ള സരസമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നത് അന്നത്തെ രീതികളെ എല്ലാം ചോദ്യം ചെയ്യുന്നുണ്ടാകുന്നുണ്ട്. ഈ ചെറിയ അന്നത്തെ രീതികളും പ്രസക്തമായിട്ടുള്ള കാര്യം ഇപ്പൊ ഇതിന്റെ വിഷയം ഓരോ സ്ഥലങ്ങളിൽ തൊഴിലിന്റെ പാളികളൊക്കെ എന്തിനാണ് ഇതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അയക്കുന്ന അന്നേ ആ കാലഘട്ടത്തിൽ തന്നെ പഠിച്ചിട്ട് യാഥാസ്ഥികരായ പ്രയോജനന്മാർ എല്ലാവരും കോട്ടത്തിൽ പോലെ നിൽക്കുന്ന ആ സമയത്താണ് വീട്ടിൽ ചോദിക്കുകയും കഥകളിൽ അവിടെ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ ശബ്ദങ്ങളിൽ സൈനികരുടെ യുദ്ധത്തിനാണെന്ന് വരുന്നൊരു കഥ സൈനികരെല്ലാം യുദ്ധത്തിന് പോലെ സിവിൽസ് വരുന്നത് അത് നാട് മുഴുവൻ സാങ്കേതിക രോഗങ്ങൾ പട്ടിണി കാര്യങ്ങൾ ഒക്കെയാണ് യുദ്ധം വരുന്നത്. അദ്ദേഹത്തിന്റെ നായകനായിട്ടുള്ള തെരുവിൽ നിന്ന് നായകനായിട്ടുള്ള സൈനികൻ ആ സൈനികന് മാത്രം ഇങ്ങനെ പരിസ്ഥിതി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം സിവിൽസ് തോന്നില്ല. പക്ഷെ അദ്ദേഹം ഒരു സ്വർഗ ഗോപകരനായി അദ്ദേഹം സ്നേഹിച്ചപ്പെട്ടാലും ഒരു ഹിന്ദുലയമായി ആ ഹിന്ദുലയിൽ നിന്ന് ഇതിനേക്കാൾ വലിയ രോഗമാണ് അദ്ദേഹത്തിന് ഗുണേറിയ പറയുന്ന രോഗം. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോകും, പാടത്തിന്റെ ആരോഗ്യപ്പോൾ ദൈവത്തിൽ വേറെ പാടത്തിൽ പോവുകയും അതൊരു സിംബോളിക്കായിട്ട് അതായത് എന്തൊക്കെ നിരാശപ്പെട്ടിരുന്നാലും നമുക്ക് ജീവിക്കാൻ പിന്നെയും ഒരു വഴി തുറന്നിട്ടുണ്ടാവും എന്നൊരു സാക്ഷ്യം മുന്നോട്ട് പോകും. പിന്നെ അതുപോലെ ചപ്പാത്തി അങ്ങനെയുള്ള നാടകങ്ങളുണ്ട്. ഹനീഫ ദിവസം പറഞ്ഞില്ല ഞാൻ ഉച്ചക്ക് എന്തോരം വീഡിയോ മേടിച്ച് എത്തുന്നതെന്ന് പറയാം. അത് കണക്കിന് വീഡിയോ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അത് പറയുന്ന നാടൻ പ്രയോഗവും ഇതിലേക്കുണ്ട്. അതുപോലെ 8 കാലത്ത് പറഞ്ഞാൽ പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ദമ്പടി പൈസ കൊടുത്തല്ലോ സാറാമേ എനിക്ക് 20 പോയിന്റ് കാശ് കൊടുത്തല്ലോ ദമ്പടി പൈസ കൊടുത്തല്ലോ ദമ്പടി പറഞ്ഞ ഒട്ടുമേ കൂട്ടിത്തരില്ല ബഷീറിന്റെ ആ നാട്ടു ഭാഷാ വിദ്യയാണ് അദ്ദേഹം അറിയിച്ചതാണ്. ഇതിലൊരു ഭാഷ ഉണ്ടായിരുന്നത് നമുക്ക് ഇത്തരം പദങ്ങൾ ചേർന്നതാണ്. പെണ്ണുങ്ങൾ ഒരു ദുർഗുണ ചർച്ചയുമായി കാലത്താണ് ഒരു നുറുങ്ങ് കണ്ണാടിയും ബാഗിലുണ്ടാവും. അവർക്ക് തലയുടെ തീര വെളിച്ചം ആ തീര വെളിച്ചത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ മാർക്കറ്റിംഗ് പറയുന്ന കാലത്ത് ഹൊറർ സിനിമ ആ സിനിമയുടെ തലയുണ്ടാവും ഒരു തീര വെളിച്ചം എന്ന് പറയുന്ന ആ ഒരു കൂടിയാണ്. അദ്ദേഹം കഥ എഴുതാനായിട്ട് ഒരു ഏറ്റവും പരമാവധി വീടാൻ കഴിച്ചറിഞ്ഞു. അപ്പോൾ ഒരു വീട്ടിൽ നടത്തുന്ന വാർത്തകൾ അതേപോലെ വീടിനടുത്തുള്ളതാണ് കുറിച്ച് പറയുന്നത്. പിന്നീട് അറിയുന്നത് അത് പ്രേമവാദ വീടാണ്. ആ വീടിന്റെ കിണറ്റൊരു പാർട്ടിക്ക് പറഞ്ഞ പെണ്ണ് പ്രേമവാദം ചാടി മത്സരത്തിൽ ആ പെണ്ണ് ഉപദ്രവം അവിടെ പൈസ ആ വീടിന്റെ ആ വീട് വളരെ വിടുന്നത് ആശ്രമിക്കും. അതേ ഇപ്പോൾ ചില അപശബ്ദങ്ങൾ ദിവസം പ്രവർത്തിക്കുന്നത് തിരികിട്ടു. അപ്പോൾ ആ മണ്ണെന്ന് തിരി കരിഞ്ഞ് കെട്ടണം. അപ്പോൾ ആ മണ്ണ് വഴിക്കാനായിട്ട് സുഹൃത്തുക്കളൊക്കെ കിട്ടാൻ തിരിച്ചെടുക്കുക. ഈ കരിഞ്ഞ് നീങ്ങളെ വെച്ച് പോകും. ഈ ആരോഗ്യ അങ്ങനെ പെണ്ണുങ്ങളെ കുറിച്ചും ജീവിതത്തിന്റെ നാടകത്തിൽ വെച്ച് കണ്ടുപിടി അവിടെ വൈദ്യ പാത്രങ്ങളുടെ ആളുകളൊക്കെ തന്നെയാണ് ഈ അദ്ദേഹത്തിന്റെ നോക്കുമ്പോൾ നല്ല കഥാപാത്രം. ഞാൻ ഉള്ളാടിക്ക് പാത്രം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ ആനന്ദയുടെ മകളുടെ വരുന്നത്. അപ്പൊ അദ്ദേഹം പ്രായമുള്ള സ്ഥലത്ത് ഈ ഉള്ളാടിക്ക് പാത്രം വിളിച്ചുകൊണ്ട് ഇന്നാണെങ്കിൽ പറയാൻ പറ്റില്ല. ഉള്ളാടിക്ക് പാത്രം എഴുതി കേസ് പുസ്തകം തിരിച്ചത് അത് ഉള്ളാടിക്ക് പാത്രം എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്ന ആ കഥാപാത്രം ഇവരുടെ വീട്ടിൽ തന്നെ കുട്ടിയാണ്. രണ്ടാം അനിയത്തിയുടെ മകൻ ബഷീറിന്റെ അനിയത്തിയുടെ മകനാണ് ഉള്ളാടിക്ക് പാത്രം. അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും ഹബീബ് സുബൈദ എല്ലാം ആ വീട്ടിലെ കഥാപാത്രങ്ങളാണ്. ആളുകൾ വന്ന്
ഭാര്യയുടെ സൈക്കിൾ പോയിരിക്കുന്നു. പിന്നെ ആ നോക്കിക്കൂടി പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ആ കാലത്തുള്ള ദാരിദ്ര്യം ശരിക്കും അനുഭവിച്ചു. അവരുടെ വീട്ടിൽ ഉള്ള ഈ പറഞ്ഞ ഐശ്വര്യം എന്ന് പറയുന്ന അനിതന്റെ ഭാര്യ, അതായത് അരിമയുടെ ഭാര്യ, പിന്നെ ആ കുഞ്ഞാരമ്മ അബ്ദുൽ ഖാദറിന്റെ ഭാര്യ, ഇവരൊന്നും ഉച്ചക്ക് ഊണ് ഉപയോഗിക്കാറില്ല. എല്ലാവരും പുറത്തു പോയി പൈസ ഇല്ല. അവ കപ്പ കൂടി അത് കൂടുതലില്ല. കൂടുതൽ ഇടിച്ചു പിടിച്ചിട്ട് കൂട്ടാൻ വേണ്ടി ആണുങ്ങൾക്ക് മാത്രം അടുത്ത് ചോറ് കൊടുക്കും. അതൊക്കെ കുട്ടികൾക്ക് വീടുകളിൽ ദാരിദ്ര്യത്തോടെ ആണുങ്ങൾക്ക് മാത്രമായിട്ട് ചോറ് കൊടുക്കും. ബാക്കിയുള്ളവർക്ക് കൂടുതലൊക്കെ ഇത് കഴിച്ച് ചാമ്പൊക്കെ അത് പഠിച്ചിട്ടുണ്ടാകും. അതുകൂടാതെ മറ്റൊരു ദാരിദ്ര്യം ഈ ആടിനെ അവതരിപ്പിക്കുന്ന ദാരിദ്ര്യം. അതായത് ആടിനെ കൊണ്ടുവന്ന ആട് പ്രസവിക്കുന്നത് ആ പ്രസവിച്ച് കഴിഞ്ഞിട്ട് പത്തുമ്പോ ആട് വിൽക്കാനായിട്ട് വീടുകളിൽ നിന്ന് ഏർപ്പെടാൻ. അപ്പൊ ഇവിടെ കുറെ അങ്ങനെയുള്ള കുറെ കുട്ടികളുണ്ട്, സുബൈബ അഞ്ചന്മാരുടെ കുട്ടികളുണ്ട്. അവരൊക്കെ കട്ടച്ചായ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവര് ആട് പ്രസവിക്കുമ്പോ പാല് കുടിക്കുന്ന ചായ കുടിക്കുന്ന വിചാരിച്ചിരിക്കുന്നു. ഇവിടെ പാത്തമ്മ പറഞ്ഞ വീടിന്റെ വാതിൽ ഇങ്ങനെ കയറുകൊണ്ട് കിട്ടിയാൽ വാങ്ങുന്നുണ്ടാകും. അതിന് കുറെ പൈസ ഉണ്ടാകും. ഈ ആടിന്റെ പാല് കിട്ടുന്നത് ഈ പാല് ശരിയാക്കണം. അപ്പൊ ഇവരൊരു ദിവസം ഈ കുഞ്ഞാടിനെ പിടിച്ച് കെട്ടിയെടുത്ത് കെട്ടി പാല് പറയുന്നത് ഒരു കട്ട് കാലത്ത് പാല് വരച്ചായാലും അത്രക്ക് താഴെ ആ ദാരിദ്ര്യത്തിൽ കൂടിയാണ് ഈ ഒരു കലാകാരൻ വളർന്നത്. അതിന് തുറന്നു ഞാൻ ഇങ്ങനെയായിരുന്നു, ഒരു കുടുംബം ഇങ്ങനെയായിരുന്നു, ഈ കുടുംബത്തിൽ ഇത്രമാത്രം ദാരിദ്ര്യം ഉണ്ടായിരുന്നു. എന്നെ വേഗത്തിലാണ് ഇങ്ങനെ എനിക്ക് വന്നിട്ടുള്ള എൻ്റെ അനുഭവങ്ങൾ എല്ലാം ചേർത്തമാണ്. അതുപോലെ ഞാൻ കളിയാക്കുന്ന അതുപോലെ തന്നെ ഇതേപോലെ വീട് കൊടുത്തിട്ട് പോകാനും ഒരു കാരണം ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. അത് പലരും ശരിയാണ്. കാരണം ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നു, ഞാൻ എന്ത് കറിയുന്നത് ഈ ചെറിയ അതുപോലെ വീട്ടിലെ ആടിനെ ചേർത്ത് കളിയാക്കി ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തിന് പ്രാർത്ഥനയായിട്ട് തെളിയിക്കുന്നത് ബഷീറിന് 2-3 പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ പറയുന്ന ഭാഗ്യത്തിന്റെ തിരക്ക് എഴുതുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥന അവസ്ഥയില് സ്വപ്നങ്ങൾ ജീവിച്ചിരിക്കുന്നത് തന്നെ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഭാഗ്യത്തിന്റെ തിരക്കഥ 5 മണിക്കൂറിൽ തിരക്കുന്നതാണ് ചെയ്തിട്ടുണ്ട്. ഏത് ബിസിനസ് ആണ് അത് ചുരുക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവും. 5 മണിക്കൂർ പ്രാർത്ഥന അവസ്ഥയല്ല, അതെങ്ങനെ ജീവിച്ചു പോയത്. അപ്പൊ 5 മണിക്കൂർ കളിക്കാവുന്ന 2 മണിക്കൂറിനെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചുരുക്കേണ്ടി വന്നു. അപ്പൊ ഈ പ്രാഥമികമായിട്ടുള്ള അവസ്ഥ കണ്ടക്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ആണെങ്കിലും ദേവദാസങ്ങൾ ആട് വിട്ടാണ് തിരിച്ചത്, വേറെ എവിടെയും കൊണ്ടുവരായിരുന്നു. അത് താമരേണ്ട ഗ്രാമഗ്രാമം വെട്ടിലാകും പ്രാർത്ഥന പറഞ്ഞത് യോഗ്യന്മാരുടെ കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതൊരു ആത്മ ദുഃഖം ഉപയോഗപ്പെടുന്നതാണ്. അതായത് ഈ അസുഖം വരുന്നത് ഇതേപോലെയുള്ള യോഗ്യന്മാർക്കുണ്ട്. ഇതൊക്കെ രോഗമില്ലാത്തതാണ് ജീവിച്ചിരിക്കുന്ന പറഞ്ഞത്. എല്ലാ തുറന്നുകൊണ്ടുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നുകൊണ്ടാണ് അദ്ദേഹം കൊടുത്തത്. അദ്ദേഹത്തിന്റെ ഈ ബാല്യകാലസഖി എന്ന് പറയും. ബാല്യകാലസഖി 500 പേരോളം വലിയൊരു പുസ്തകം ആ പുസ്തകം എഴുതുന്നു. അത് 500 പേര്. 500 പേര് പറഞ്ഞാൽ 2 പുസ്തകം പേര് നിറയെ എഴുതുന്നുണ്ടെങ്കിൽ അതൊരു പ്രിന്റ് പേരുകൾ 2 പുസ്തകം. ഇത്രയുള്ള 2 പുസ്തകം ഒരു പുസ്തകം. ആ പുസ്തകം ഇത്രയുള്ള ഒരു ദിവയം 1 വരും 2 പേര്. അപ്പൊ 500 പേരുള്ള 500 പേരാണ് ബാല്യകാലസഖി എഴുതിയത് ആദ്യം. ആ അത്ര അനുഭവങ്ങളുണ്ടാവും. ആ 500 പേര് അദ്ദേഹം വെറും 100 പേരുള്ള ഒരു ചെറിയ പുസ്തകമാക്കി മാറ്റി. അതെന്താണ് അറിയാം. അത് തിരുത്തി ഓരോ കാര്യം തിരുത്തി പുതിയതാക്കി എഴുതി. അങ്ങനെ ഇത് പ്രസിദ്ധീകരണത്തിന് പറഞ്ഞു അത് തിരുത്താൻ കുറച്ച് തന്നാൽ ഈ വിഷയം പറഞ്ഞിട്ടുള്ള കാര്യം എല്ലാം എടുത്ത് എഴുതാൻ വേണ്ടി
അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുന്നു. നമ്മുടെ പ്രസിഡന്റ് തന്നെ ഒരു എഴുതാറാണ്. അപ്പൊ ഈ ബഷീർ പറഞ്ഞിട്ടുള്ളതാണ് ചോദിക്കുന്നത്. നമ്മുടെ കൃതികളുടെ എഴുത്തുകൾ അമ്മ തന്നെയായി പലവട്ടം തിരുത്തിയാണ് പ്രസിദ്ധീകരണത്തിന് കൊടുത്തിട്ട് പോലും വായിച്ചു നോക്കിയപ്പോഴപ്പോൾ എനിക്ക് അവിടെ തിരുത്തുന്നുണ്ട് എന്ന് അതിന്റെ പ്രസാദനങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാ കഥകളിലും ഓരോ കുട്ടിയും പോകുകയും വീട്ടിൽ തിരുത്താനുള്ള സമയം ഉണ്ടായിരുന്നു. വളരെ സമയത്താണെന്നാണ് കുറെ അച്ചടിത്തെറ്റുകൾ കേൾക്കപ്പെടുന്നത്. അപ്പൊ ഈ ബഷീർ തന്നെ അങ്ങനെ എല്ലാ കുട്ടികളും ഒരുപാട് തവണ തിരുത്തി അതിലെന്തെങ്കിലും മാറ്റം വരുന്ന പണത്തിന്റെ ആവർത്തനം വ്യക്തികളിലെ ആശയങ്ങളോ പഠിച്ചതുകളിൽ ഇതെല്ലാം ചെറുതാക്കിയാണ് ഇപ്പൊ ഒരു ടീമില്ല പുസ്തകം ഇറങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ ഇത് അത് പരിപൂർണമായി, അതായത് പൂർണ്ണമായിട്ട് കേടുപാട് യുദ്ധം തീർന്നു പറയുന്നു. ആശയം പിടിക്കാനോ ഉണ്ടാക്കുന്നു. അത് ചിലയിടത്തൊന്നും ചില അതെല്ലാം പഠിക്കുന്നത് തീർക്കണം വരയ്ക്കുന്നത്. അപ്പൊ ഈ ബാല്യകാല സഖി എന്ന് പറയുന്ന ആ കൃതി വിദ്യലേഖനം എത്തുന്ന വിദ്യലേഖനം കടന്നുവിടുന്ന കൃതിയാണെന്ന് പറയാൻ കാരണമുണ്ടായതാണ്. വിദ്യലേഖനം കടന്നുവിടുന്ന കൃതിയാണ്. വിദ്യലേഖനം കടന്നുവിട്ടാൻ കൃതിയാണെന്ന് പറഞ്ഞത് ചെയ്തു കിട്ടിയതല്ല. വർഷങ്ങളോളം അതുപോലെയുള്ള ഹൃദയത്തിൽ ഇരിക്കുകയാണ് ആ കൃതി പുറത്തിറക്കിയത്. എന്തൊക്കെ വേണ്ട, എന്തൊക്കെ ചേർക്കണം, ഏതൊക്കെ പദങ്ങൾ കൊണ്ടുവരണം എന്നുള്ള എല്ലാം കാച്ചിക്കുറുക്കി പറയുന്നു. ചായ കാച്ചിക്കുറുക്കി പറയുന്നത് അതുപോലെ കാച്ചിക്കുറുക്കിയാണ് അദ്ദേഹം ഓരോ കൃതിയും നൽകുന്നത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഞാൻ വായിച്ചപ്പോൾ നോക്കണം, ഇന്നിപ്പോൾ നിസ്സാര കാര്യത്തിൽ ബാല്യഭർത്താക്കന്മാർ ആയിട്ടുള്ള വേർതിരിഞ്ഞു പോകുന്ന രംഗങ്ങളാണ്. അത് പലപ്പോഴും അത് ഈഗോ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഓരോരുത്തർക്കും തമ്മിൽ ഉദ്യോഗസ്ഥനെ വളരെ പ്രാർത്ഥനകളാണ് നിങ്ങൾ ആ ഈഗോ വെച്ച് വളർന്നുകൊണ്ടാണ് ഈ വിവാഹം നിലവിലും. പിന്നെ മറ്റു പല കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഞാൻ പങ്കെടുത്തില്ല. അപ്പൊ ബഷീറിന്റെ പൂവമ്പഴം എന്ന് പറയുന്ന കഥ ചെറിയ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇത്തരം ഈഗോ വെച്ച് പുലർത്തുന്ന നമ്മുടെ യുവാക്കളുണ്ട്. നമ്മുടെ വിവാഹത്തിൽ മാറ്റിപ്പോകാൻ പറ്റുന്നു. അദ്ദേഹത്തിന്റെ അവതരണ ശൈലിയുടെ ഏറ്റവും ഉദാഹരണമായിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ എതിരാളി. അതായത് ഈ കഥ ഞാൻ മനസ്സായിട്ട് എഴുതുന്നതല്ല. ആ കഥ തുടങ്ങുന്നതിന് പോകുമ്പോൾ ഇക്കഥ ഞാൻ മനസ്സായിട്ട് എഴുതുന്നതല്ല. അബ്ദുൽ ഖാദർ സാഹിബിന്റെ ഉപദ്രവം മൂലമാണ്. അബ്ദുൽ ഖാദർ സാഹിബ് പറയുന്നു, ഇക്കഥയിൽ ഒരു ഗുണപാഠമുണ്ട്. മഴക്കാലം നദിയാന്റെ കാവ്യത്തിൽ ഗും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗും എന്ന് പറയുന്ന ബഷീർ ശൈലിയാണ്. ആ നദിയുടെ ഒരു ഒച്ചയാളാണ്, ആ നദിയെ വർണ്ണിക്കുന്ന ആളാണ്. അങ്ങനെ ഗും എന്ന് വിളിക്കുന്നവരിക്കും. ഞാൻ കവലയിൽ ചെന്ന് ഒന്ന് രണ്ടു പേരോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അബ്ദുൽ ഖാദർ സാഹിബ് എവിടെ പോകുന്നു? ഞാൻ കവലയിൽ ചെന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ ചെമ്മ ചെരുപ്പൂത്തി വീടുകൾക്ക് നാട്ടുപുറത്ത് അലഞ്ഞിരിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളോട് മിണ്ടരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്തിനാ ഇങ്ങനെ പോകുന്നത്? വേഗം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ പിന്നെ നടന്നു ഇവിടെ ഒരു നിങ്ങൾക്ക് മാന്യതയില്ല. ഷർട്ട് കൊണ്ടുപോകും, ഷർട്ട് കൊണ്ടുപോയി ഷർട്ടിന് ബട്ടൺസ് ഇടാതെ പോകും. ബട്ടൺസ് എനിക്ക് ഇന്ന് പോകുമ്പോഴും തന്നെ പോകുമ്പോഴും കാട്ടിപ്പറ്റി നൽകുന്ന സിൽവറിന്റെ കൂടെയോ മരക്കൊണ്ടിരിക്കുന്ന പുലിയുടെ ആത്മാവെന്ന് ചോദിച്ചിട്ടുണ്ട്. പോകുമ്പോഴത്തെ പോകുമ്പോഴത്തെ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ കവലയിൽ ചെല്ലുമ്പോൾ അവിടെ ഉള്ള കടകളിൽ നമുക്ക് പോകുമ്പോഴില്ല മനസ്സിലാക്കും. അപ്പോൾ അദ്ദേഹം അക്കരക്ക് പോകാൻ നമ്മുടെ മനസ്സിലാക്കാൻ വിളിച്ച് അക്കരയിലേക്ക് പോകുമ്പോൾ നദിയുടെ പാതി ഒക്കെ എത്തുമ്പോൾ ദൂരമായിട്ടുള്ള മഴ തുടങ്ങി. ആ മഴയെ കൊണ്ട് അക്കരയിലുള്ള കടകളിലെ ചെന്നവർക്ക് അവിടെ പോകുമ്പോൾ ഓറഞ്ച് അത് കുറെ ഓറഞ്ച് നമ്മുടെ
സർട്ടിഫിക്കറ്റ് തലയിൽ വെച്ച് ഇവിടെ അങ്ങനെ നിൽക്കും. അപ്പോൾ മഴ കുറയുന്നത് പോകാൻ മറ്റിക്കാരൻ അങ്ങനെ പോയിട്ട് മഴ കുറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞിട്ട് മഴ കുറയുന്നില്ല. 5 മിനിറ്റ് മഴ കൂടിക്കൂടി വേറെ നേരം നിന്ന് മണി 8 മണി കഴിഞ്ഞ് ഇപ്പോൾ ജുബിലി എന്ത് വിചാരിക്കും, ഭാര്യ എന്ത് വിചാരിക്കും, ഒരുപാട് നിലവിൽ വിചാരിച്ചു അദ്ദേഹം ഈ പുഴ നീക്കി കിടക്കാൻ വരും. പുഴ മഴ പെയ്യുന്ന കാലത്ത് കുഞ്ഞുകൊണ്ട് വരുന്ന പുഴയാണ്. ആ പുഴയിൽ നേരെ തന്നിട്ട് ഇപ്പോൾ 2 കൊല്ലം മുകളിലേക്ക് നീങ്ങും. നീങ്ങുമ്പോൾ ഈ ഇത്ര വലിയ ഒഴുകുന്ന അറിയില്ല, ഒഴുകി പിന്നെ 1/2 കിലോമീറ്റർ താഴെ ഇല്ലിക്കുള്ളിൽ ചെന്നാൽ ചെയ്യും. ആ ഇല്ലിക്കുള്ളിൽ ചെന്ന വേലൊക്കെ മുകളിൽ ഇല്ലിക്കുമ്പോൾ വേലെല്ലാം മുകളിൽ അവന് ഒരു കരക്കേറുമ്പോൾ പുള്ളിയറിയുന്നത് ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നിൽക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് പോകണമെങ്കിൽ ആൾക്കാർ ഉപയോഗിക്കാമെന്ന് ഇദ്ദേഹം ചേർന്ന വഴിയാണ്. അപ്പോൾ അതൊരു വണ്ടിയുടെ ശല്യം ഉണ്ടാകുന്ന പണി പിടിച്ചെടുക്കും. അത് ഡാ പോലെ വളർന്ന പണിയാണ് നമ്മുടെ പേര്. ആ ഡാ പോലെ വളർന്ന പണിയെടുക്കുമ്പോൾ ഒരു പട്ടി കളിച്ചു, ഒരു പട്ടി കളിച്ചിരുന്ന അടുത്തതെല്ലാം പട്ടികൾ വന്ന് കഴിക്കുമെന്നൊക്കെ പേര് വീട്ടിലെത്തുമ്പോഴാണ് വീടിൻ്റെ പുറയിലത്തെ വാല് വന്നിരിക്കുന്നത്. പുറയിലത്തെ വാല് വന്നിരിക്കും. വീട്ടിൽ ആ വഴിയെ കുറിച്ച് ആലോചിച്ചിട്ട് മൊത്തം ഒരു വലിയ രസം ഡെവലപ്പ് അദ്ദേഹത്തിനുള്ള ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മുകളിൽ വെച്ചിട്ടുണ്ട്. അത് ഈ കഥകാലം തുറന്നിരിക്കാൻ ഡെസ്കൊക്കെ വെച്ചിട്ട് കനം പറയുന്നത് തലമുടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബഷീർ അവിടെ ചെയ്യുന്നു പെണ്ണിൻ്റെ മുന്നിൽ മുമ്പശെല്ലാം കൂട്ടി പിന്നെ പുറവശത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പുറവശത്തൂടി വന്ന് അത് എങ്ങനെ വന്നു, നിങ്ങൾ ഓടാമ്പൽ നീക്കല് ഇല്ല ഞങ്ങളില്ല, ഞാൻ ഓടാമ്പലാന്ന് നിൽക്കില്ല, പുഴയിലെ ഭാഗം ഈ പറഞ്ഞതാണ് ജന്മം ചെയ്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, ജന്മം ചെയ്യുന്നതാണ് എന്ന് പറയാം. അതിനൊരു ചെറിയ പ്രശ്നങ്ങൾ സംഭവിച്ചവരാണ്. അങ്ങനെ നിങ്ങൾ എവിടെ കളിക്കാൻ എൻ്റെ ചമ്പാനെ കുറിച്ച് വീടുകാരോട് പറഞ്ഞാൽ പറഞ്ഞതല്ലേ, ഞാൻ ആരാണെന്നറിയാം, ഞാൻ വീട് കേന്ദ്രത്തിൻ്റെ ഉടമസ്ഥൻ്റെ മകൻ. നിങ്ങൾക്ക് ഇവിടെ കൂടിയുള്ള സാമ്പത്തിക നിർത്താറായാലും നമ്മുടെ ദേഷ്യപ്പെടുകയും അപ്പോൾ ജനത്തിൽ ജമീല ഞാൻ അതുകൊണ്ടല്ല, ഞാൻ എനിക്ക് വേണ്ടി വളരെ വളരെ മേലോട്ട് അത് നിങ്ങളെ കുറ്റങ്ങളല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന മഴ പെയ്യുമായിരുന്നു, നിങ്ങൾ ഇദ്ദേഹത്തോട് കശാക്കി ഉപകാരപ്പെടുകയും ജമീല ഇതിനെക്കുറിച്ച് ഞാൻ നിനക്കൊരു മക്കൾക്ക് പോയി ഞാൻ എൻ്റെ ജീവൻ തിരിച്ചു എന്നെ പാടും. ഇതൊന്നും എന്നോട് പറയണ്ട, നിങ്ങളിങ്ങനെ വളരെ ആളാകുന്ന പറയുന്നത് ജമീല ഞാൻ ഇന്ന് എനിക്ക് വേണ്ടി അക്കരെ പോയി ഇവിടെ ഓറഞ്ച് സാർക്കണം ഓറഞ്ച് ഞാൻ ഇതിലൂടെ. അപ്പോൾ അത് ദേഷ്യത്തിൻ്റെ ആണെങ്കിൽ ഒരു കഷ്ടപ്പാടിൻ്റെ വേറെ സംസ്കാരത്തിൻ്റെ ഭാര്യയിൽ നിന്ന് നേരാക്കണം എന്ന് പറഞ്ഞിട്ട് ആ പാവങ്ങൾക്ക് പഠിക്കുന്നുണ്ട്. ജമീല ഞാൻ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഓറഞ്ച് ഞാൻ ചിന്തിക്കും, ഉപയോഗങ്ങളെല്ലാം ഞാൻ ചിന്തിക്കും. ആ പാവങ്ങൾക്ക് പഠിച്ചിട്ട് അവിടെ കൂടെ 2 അടി കൊടുത്തു പെട്ടെന്ന് ജോലി കളയാതെ നിന്ന ഒരു ജമീല ജീവിക്കുന്ന പാടാണ്. അവിടെ ഈ പഞ്ചത്തുണ്ടാകും കുളിച്ച് അരികളൊക്കെ പന്ത്രണ്ടാകും ജമീല കുഞ്ഞാടികളൊക്കെ അത് അതൊക്കെ അദ്ദേഹം വളരെ ചിന്താരി ഒരു വെട്ടിയെടുത്ത് വെട്ടുകത്തി അദ്ദേഹത്തിനൊരു ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഉപകരണം പല ഭാഗത്തും വെട്ടുകത്തി ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ അല്ലികൾ പൂർണ്ണമായിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ വഴക്കിൽ അങ്ങനെ ചെന്ന് കിടന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബാല്യഭർത്താക്കന്മാരെ കൂട്ടിച്ചേർന്നാകുമ്പോൾ തലവണി കൊണ്ടുവരും, തുടയിൽ തലവണി കൊണ്ടുവരാം, തുടയിൽ തലവണി കൊണ്ട് ഈ തിണർപ്പുകൾ അടിമണ്ടാത്ത നടപ്പുകളിൽ തലവണി ചോദിക്കും. ജമീല സ്വന്തം ചോദിക്കും. സാമൂഹികമായിട്ട് ജീവൻ കൊണ്ടുപോയി ആ പിണക്കമൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് ആ കുറ്റസമ്മതവും അവരുടെ ആ ഒരു കണക്കം ചെയ്തു. അവർ വർഷങ്ങളോളം ഒരുപാട് കാലം ഇങ്ങനെ ജീവിക്കും. അവർ ഒരുപാട് ജീവിച്ചു എന്നുള്ള വിഷയങ്ങൾ സംഭവിക്കാറുണ്ട്. ഈ മൂവാറ്റുപുഴ ആറ്റിൽ ഒരുപാട് വെള്ളം കടന്നു, എന്തെല്ലാം സാധനങ്ങൾ കടന്നു.
ഞങ്ങൾ അപ്പോഴും ഇങ്ങനെ ആ സമയത്ത് അബ്ദുൽ സാഹിബ് ഒരു എല്ലാവരോട് ചോദിച്ചു, അന്നൊരു ദിവസം നീ എന്നോട് പൂവമ്പഴം വാങ്ങിക്കൊണ്ടിരുന്നു വരണമെന്ന് പറഞ്ഞ് ഞാൻ എന്താ പറഞ്ഞു, ആ പൂവമ്പഴം എങ്ങനെ ഇരുന്നിരുന്നു ഓറഞ്ച് പോലെ എന്തുകൊണ്ട് അവസാനിക്കുന്ന രീതിയാണ്. അതായത് ഒരു കാര്യം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലൊരു വളർച്ചയോടുകൂടി വളരെ മനോഹരമായിട്ട് നമ്മൾ എത്തിക്കുക. അത് നമുക്ക് ഒരു ഭഗവത്ഗീതയും കുറേ കാലം എന്ന് പറയുന്ന ആ കഥയിലാണ്. എൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അവസാനമാണ്. അതായത് ബഷീർ AKTKP നമ്മൾ ഒരുപാട് തൃശ്ശൂരിനെ വിളിപ്പിക്കും. ബഷീർ AKTKP എന്ന് പറയുന്ന പ്രസാദം വലിയ മേശയിലായിരിക്കും. അപ്പൊ ആ പ്രസാദത്തിന് മുമ്പിൽ 2-3 എഴുത്തുകാർ ഇങ്ങനെ കുഞ്ഞിരിക്കും, എന്റെ ബുക്ക് പ്രസിദ്ധീകരിക്കണം, എന്റെ ബുക്ക് പ്രസിദ്ധീകരിക്കണം കുഞ്ഞിരിക്കും. അപ്പൊ ബഷീർ തന്നെ AKTKP നമ്മൾ പറഞ്ഞ മുമ്പിൽ കിടന്ന കസേരയിൽ ഒരു വീഡിയോ നടത്തി കുഞ്ഞിരിക്കും. അപ്പോൾ നമ്മളിപ്പാട് ഇഷ്ടമുണ്ടെങ്കിൽ കൂടി ഒന്നും പറയാൻ പറ്റില്ല. കാരണം ബഷീറിന്റെ വളരെ ആവശ്യം. അപ്പോൾ നമ്മളിപ്പാട് വെച്ച് ബഷീറിന്റെ കാലം എങ്ങനെയാണ് പുസ്തകം എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പുസ്തകം പറഞ്ഞാൽ ആ പുസ്തകം എന്റെ പ്രിന്റ് ചെയ്യും. എന്നിട്ട് അതിലൊരു ഓരോ കോപ്പിയായിട്ട് ഓരോ വീടുകളിൽ അത് അവിടെ ശൈലസേനയിൽ നിന്ന് കാർന്നോട് കൊടുക്കും. അത് അതിന്റെ പൈസ വാങ്ങിപ്പോയി. അതായത് വായിച്ചു തരുന്നവരെ അവിടെ അത് വായിച്ചു തരുന്നവരും ആ പുസ്തകം എടുക്കാത്ത വേണ്ടി കൊണ്ടുപോകും. അപ്പോൾ ചിലവർ പറയും എന്റെ ഭാര്യക്ക് ആ ബുക്ക് വായിക്കുന്നത് പറയും. അന്ന് ഭാര്യനെ വായിക്കും. ഒന്നും ഇയാളുടെ ഭാര്യ വായിച്ചിട്ട് വേണ്ടേ അതുകൊണ്ട് അവിടെ എന്നിട്ട് ആ ഭാര്യനെ കൊണ്ട് വായിച്ചിട്ട് പിന്നെ ആ ബുക്ക് മേടിക്കും. ആ ബുക്ക് അടുത്ത് മേടിക്കും. ഇങ്ങനെയാണ് ഞാൻ കിട്ടുന്നത്. അപ്പൊ AKTKP നമ്മൾ ഒരുപാട് ബഷീറെ ഇനി താങ്കൾ അങ്ങനെ കൊണ്ടുപോകും. താങ്കളുടെ എല്ലാ വളരെ ഫേമസായ താങ്കളുടെ പുസ്തകങ്ങൾ ഞാൻ അച്ചടിച്ചു. മംഗളോദയം മംഗളോദയം പ്രസിദ്ധി അച്ചടി ഞാൻ തന്നെ എല്ലാം വിൽക്കാറുണ്ട്. അപ്പൊ എന്ത് റോയൽറ്റി ഞാനിവിടെ 10% ബഷീർ ആയതുകൊണ്ട് 15% റോയൽറ്റി. ബഷീർ അവിടെ ഇരുന്ന് ആ വീഡിയോ അത് 20% റോയൽറ്റിയിൽ ഉറപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇയാൾക്ക് സംഭവം ഒരാൾ കിട്ടുന്നത്. അപ്പോൾ ഇയാൾ പറയും ഇന്നത്തെ വീട്ടിലൊരു ചടങ്ങുണ്ട്, നമുക്ക് വീട്ടിൽ പോയിട്ട് കൊണ്ടുവരിക. ആ പ്രശ്നം ഇപ്പം പറയട്ടെ, വീട്ടിൽ നിന്ന് കൊണ്ടുവരിക, നമ്മളാ ഘട്ടത്തിൽ താമസിക്കും ബഷീർ എഴുതിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ബഷീർ ഇയാളുടെ വീട്ടിലേക്ക് എത്തും. അപ്പൊ അതൊരു അപ്പൊ ഈ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഭഗവത്ഗീതയുടെ ഒരു കോപ്പി വീട് നടന്നത് AKTK നമ്മൾ കോണ്ടാക്ട് കൊടുക്കും. അപ്പൊ അന്നേരം തന്നെ ബഷീർ പറയട്ടെ എനിക്ക് ഇതിന്റെ കോപ്പി ഉണ്ടാകും. അപ്പോൾ ഇതിന്റെ കോപ്പി ഇല്ല, പ്രീ പബ്ലിക്കേഷനാണ്. അത് ജോസഫ് ഉണ്ടേശേരിക്കും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളക്കും കൊടുത്താണ്ട് കോപ്പി ചെയ്തത് ആദ്യമായിട്ട് അടിച്ചത്. ഇതിനകത്ത് കോപ്പി ഇല്ല, ബാക്കിയല്ല പ്രീ പബ്ലിക്കേഷൻ പൈസ കൊടുത്തത് കൊടുത്ത കോപ്പിയാണ്. എന്നാലും എനിക്കൊരു കോപ്പി തന്നു. ഇതിന്റെ ആവശ്യമുള്ള സമയം ഭയങ്കരമായിട്ടുള്ള മാനസിക പഠനമുള്ള അവസരം ഞാൻ കിട്ടുന്നത്. ഇതേപോലുള്ള പുസ്തകം അത് AKTKP നമ്മൾ ഒരുപാട് അവിടെ കാര്യമാക്കിയില്ല. ചേട്ടൻ വീട്ടിലേക്ക് അദ്ദേഹം വീട്ടിൽ വരും, ഇല്ലത്ത് വരിക, നമ്മൾ ഒരുപാട് ഇല്ലത്ത് വരും. ഇല്ലത്ത് വന്ന് അദ്ദേഹത്തിന് കൂടി വളരെ സത്യമായിട്ട് വരുമ്പോൾ ഇതിനെ ഒലിപ്പിക്കൊണ്ട് വാർത്താൻ വന്നിരിക്കുമ്പോൾ കുറെ സ്ത്രീകൾ ബഷീറിന്റെ പച്ചയായിട്ട് എഴുത്താണ്, എന്നാണ് ഇത് എഴുതാൻ സാധിക്കും. കുറെ സ്ത്രീകൾ ചൂട് കൊതുമ്പ് പിന്നെ വിറക് അങ്ങനെയുള്ള സാധനങ്ങളായിട്ട് അടുക്കള ഭാഗത്തേക്ക് പോയി അവരെല്ലാം അർദ്ധനിലവാണ് മാറി പറക്കാറുള്ളത്. അപ്പോൾ ബഷീർ അവിടെ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ കുറിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. അമ്മയുടെ എനിക്കറിയില്ല ഓർമ്മയില്ല. പക്ഷേ ഇവിടെ പലതരം മുലകൾ തുറന്നു വെച്ച് പ്രദർശിപ്പിച്ചു പോകും. ഇതെന്താ നമ്മൾ ഒരുപാട് ചോദിക്കും. ജീവിതത്തിന് പല പല വലുപ്പങ്ങളുണ്ട്. ചക്കയുടെ വലുപ്പം, അടയ്ക്കയുടെ വലുപ്പം, പപ്പങ്ങയുടെ വലുപ്പം, പല പല വലുപ്പമുള്ള രീതിയിൽ കടന്നുകൊണ്ട് പക്ഷെ പച്ചക്കറിയായിരിക്കും. അങ്ങനെ എന്താണ് അതൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഇവിടെ വരുന്നു ബഷീറാക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പോയി ബഷീറാണ് ഓർമ്മ ബഷീർ കഥയൊക്കെ അദ്ദേഹം ആ സന്ദർഭം തിരിച്ചു പോയി. അങ്ങനെ ഒരു ഈ കൊണ്ടുപോയി പൊതുവെ വെച്ച് കല്ലേക്ക് ഉണ്ടാക്കി ഊണ് വിളമ്പുമ്പോൾ എല്ലാവരും ഊണ് വെച്ചിരിക്കുമ്പോൾ ബഷീറിന്റെ നോണയുടെ കയ്യിൽ ഒരു പൊടിക്കാക്കുള്ള കഷ്ണം കയറും. അത് റിയലിസം എന്താണെന്ന് ബഷീർ ആ കഥയിലുണ്ട്.
മോണയുടെ ഇടയിൽ എന്റെ മോണയുടെ ഇടയിൽ കുഞ്ഞാലും ഒരു കയറി പോയല്ലോ ഇനി എന്ത് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ അത് ചൂണ്ടുകളിൽ തോണ്ടി എടുത്തിട്ട് ചിലരുടെ വലത്തെ മൂലയിൽ വെച്ചിട്ട് മൂന്ന് കുഴപ്പം ഇതെന്തിനാണ് നമ്മൾ എഴുതിയേക്കാൻ കഴിയും. ഇതാണ് യേശു എന്ന് പറയുന്നത്. നടക്കുന്ന അതേപോലെ ഇതുകൊണ്ട് വെട്ടിന്റെ സിംബോളിസം എന്ന് പറയുന്ന അതേ കൊണ്ടുവേണ്ടി അങ്ങനെ ഈ ഊണ് കഴിച്ച് കഴിയുമ്പോൾ കക്ഷിയുടെ താല്പര്യം കുട്ടികളോട് പറയും എനിക്ക് ഈതൊരു ഒരു കോപ്പുണ്ടോ അവിടെ ആ തരാം. അത് ഇന്നപോലെ ചങ്ങമ്പുഴക്കും കൂട്ടശ്ശേരി മാത്രം അടുത്ത പഠിക്കുന്ന സ്ഥലമാണ്. ഞാനൊരു ആശീർവാദ എനിക്ക് എന്താണ് പക്ഷേ പറഞ്ഞു. അതായത് ഞാൻ നേരത്തെ കണ്ടില്ലേ കുറെ മുലകൾ പോയി. ആ മുലകൾ മനുഷ്യന്റെ ഭൗതിക ദാഹം മാറ്റാനുള്ളതാണ്. ഗീത, ബൈബിള്, ഖുർആൻ തുടങ്ങിയ രാമായണം, ഭാരതം ഇതൊക്കെ മനുഷ്യന്റെ ആത്മീയ ദാഹം മാറ്റാനുള്ളത്. ഈ ആത്മീയ ദാഹം മാറ്റാൻ വേണ്ടിയാണ് ഞാൻ നമ്മൾ പറഞ്ഞ ഒരു കോപ്പി ചോദിച്ചു. എനിക്ക് എന്റെ അവസ്ഥ എന്താണ്, ഞാൻ തകർന്നിരിക്കുന്ന അവസ്ഥ ഈ ഒരു ആശയം പറയാൻ വേണ്ടി. അതായത് ഭൗതിക മാറ്റാൻ ഒരു സംഗതി, ആത്മീയ ദാഹം മാറ്റാൻ ഈ ഒരു ആശയം പറയാൻ ആ ടൈറ്റില് പോലും സാഹിത്യമുള്ള ഭാഗ്യമുള്ള കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്. എല്ലാം തന്നെ അത് ഈ സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടിയായിരുന്നു. നവോത്ഥാന നായകന്മാരിൽ ആദ്യത്തെ ആളാണ് ഈ നവീന കലാകാരൻ എന്ന് വേണമെങ്കിൽ പറയാം. കുമാരനാശനും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി കഥാകാരന്മാരിൽ ഈ നവോത്ഥാന നായകനായിരുന്നു. അദ്ദേഹത്തിന്റെ കഥകളിൽ കൂടി സാമൂഹിക വിദ്യാഭ്യാസം ഒത്തിരി ചേർക്കുന്നതാണ് അദ്ദേഹം നമ്മളോട് ജീവിച്ചത്. അദ്ദേഹം വളരെ വലിയൊരു ലെജൻഡായിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലം അതെല്ലാം കാണുമ്പോൾ അദ്ദേഹം വരുന്നുണ്ട്. കേവലം 35 രൂപത്തിൽ തലകൾക്കും സ്റ്റാൻഡിൽസ് നടന്നു. അവിടെ നേരെ കീഴ്പോട്ടുള്ള റോഡിലേക്ക് പോകുമ്പോഴാണ് പാലാങ്കടവ് പാലം. ആ പാലാങ്കടവ് പാലത്തിന്റെ 250 മീറ്റർ പോലും ദൂരമില്ലാത്ത അടുത്താണ് അബൂബക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല അനുജന്റെ മകന്റെ മകൻ ഷാജി എന്നാണ് പേര്. അയാൾ താമസിക്കുന്നത് രജി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളോടൊപ്പം താമസിക്കുന്നത്. അവിടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ അതെല്ലാം പറയും. അതിന് ഒറ്റപ്പെട്ടു ബഷീറിന്റെ ഒരു സ്മാരകവും കരിക്കലും തുടങ്ങിയ ഉള്ള ഒരു സ്മാരകവും ലൈബ്രറി പ്രവർത്തിക്കുന്നത്. അവിടെ നിന്ന് 3/4 കിലോമീറ്റർ മാത്രമല്ല ദൂരെയുള്ള അടിയം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ പെണ്ണ് പാത്തുമ്മയുടെ മകൻ ഗതീജ, എല്ലാവരും ഗതീജ താമസിക്കുന്നുണ്ട്. ഗതീജ നൈസ് പ്രിന്റേഴ്സ് പ്രിന്റിംഗ് പ്രസ് അവിടെ നടത്തുന്നത്. ഈ പാലത്തിന് അപ്പുറം അതായത് വടക്ക് വശങ്ങളിൽ ഈ പ്രസ് നടത്തുകയാണ്. അതുകൂടാതെ ഞാൻ ബഷീറിന്റെ പേപ്പറുള്ള വീട്ടിൽ പോയെന്ന് പറയുന്നത് അവിടെ പോകുന്ന പോലെയുള്ള ഒരു മ്യൂസിയം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ബാങ്കിന്റെ ഉള്ളിൽ, അതായത് ഫെഡറൽ ബാങ്കിന്റെ ഉള്ളിൽ ആ ബഷീർ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല കിടപ്പാൻ ആ കിണറും ബഷീർ ഉപയോഗിച്ചിരുന്ന കിണറും ആ കിണറിന്റെ കപ്പി സ്റ്റാൻഡും അതുപോലെ അവിടെ മരം, ആ മരം ബോൺസായി അതോരോ അങ്ങനെ ബഷീർ ഇവിടെ ഉപയോഗിച്ചിരുന്ന തലമുറയിൽ ഉപയോഗിച്ചിരുന്ന ചാനൽസരെ അതിന്റെ പുസ്തകങ്ങൾ ഒരു മ്യൂസിയമാണ്. ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയായിരുന്നു ഈ ഗവൺമെന്റ് സ്ഥലം അങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു. അത് ആ ബാങ്ക് വന്ന സമയത്ത് ഞാനിപ്പോ പറഞ്ഞതാണ് വളരെ ശ്രദ്ധിക്കുന്നത്. ഞാനിപ്പോ ചെന്നപ്പോ അവിടെ കയറുന്ന ആളുകൾ ആരും തന്നെ ഇതെന്താണ് ശ്രദ്ധിക്കുന്നത്. ക്ഷണിപ്പിക്കുന്നുണ്ടെങ്കിൽ ആരും കാര്യമൊന്നുമില്ല. അദ്ദേഹത്തെ ഓർമ്മക്കായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോ ബഷീറിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ മാർഗോസ്മാൻ ഈ മാർഗോസ്മാൻ പറഞ്ഞ തമിഴ്നാട്ടിൽ 94 ബഷീർ മരിച്ചുപോയി.
അതിനുശേഷം ഈ മാർഗസിപ്പാൻ പൊങ്ങി നേരെ പുറകേക്ക് പോയി ഇവിടെ അടക്കാൻ പറ്റുന്നത് അത്ര ഉയർത്തായി. അപ്പൊ അതിന്റെ മാർഗസിപ്പാൻ 8 ഭാഗത്തേക്കും ശിഖരം. അപ്പൊ ഇത് പൊങ്ങിപ്പോയപ്പോ ഈ ശിഖരങ്ങളിൽ വളരെ ഉയരത്തിൽ നേരെ പോയി കഴിയുമ്പോൾ ഞാൻ ചെറുതിൽ തണലും. അത് ഞാൻ ബ്രിട്ടീഷർ ജീവിച്ചിരിക്കുന്ന എനിക്ക് ജോലി കിട്ടാൻ സമയത്ത് ബ്രിട്ടീഷിനെ വേണ്ടി തന്നെ. അപ്പൊ ഞങ്ങൾക്ക് ഗ്രാമങ്ങളൊക്കെ വെച്ച് വാടകയിൽ നിന്ന് ജോലിയില്ല. അപ്പൊ അത് തണല് വരുന്നത്. ഇപ്പൊ അതിന്റെ ചെറുതിൽ തണലുണ്ട്. തണലില്ലാതെ തന്നെ മുകളിലേക്ക് അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരു ആളുകൾ ചെടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ 2 ഏക്കർ പറമ്പിൽ നിറയെ ചെടികളൊക്കെ ആ ഒരു ഇതാണ് നമ്മൾ ഇതിൽ അവതരിപ്പിക്കുന്നത്. ഭൂമിയുടെ അവകാശം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ പ്രദേശത്തെ കുറിച്ച് ഞാൻ കൂട്ടിയിട്ടുണ്ട്. അവിടെ പാമ്പുകളുണ്ട്, അത് പെരുമാവൊക്കെ പെരുമാവും, അതുപോലെ മറ്റ് ചേര, പിന്നെ കൂടുതലോ എന്ന സ്ഥലങ്ങളാണ് ആരംഭിച്ച നാട്ടുപ്രദേശങ്ങളുള്ളൂ. അപ്പോൾ ഇവിടുത്തെ എല്ലാവർക്കും വേണ്ടിയില്ല, അതിലാരെ കൊല്ലാനും പിടിച്ച് സമീപിക്കില്ല. ആ കാര്യങ്ങളൊക്കെ ആ നോക്കിൽ വന്നത്. ഇനി ഈ കലാകാരൻ നമ്മുടെ ഇടയിൽ നിന്ന് പോയെങ്കിലും ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കും എന്നതാണ് എനിക്ക് പറയാൻ. അദ്ദേഹത്തിന്റെ കഥകളെല്ലാം ഈ പറഞ്ഞ പോലെ ലേഖനങ്ങളിലൂടെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഷകളിലേക്ക് ഒസ്മാൻ എന്ന് പറയുന്ന പ്രസാദനങ്ങൾ വരെ ഇതിപ്പോൾ ഉണ്ടാകുന്ന പിന്നെ ബാലികര സംഗീത ഈ വിദേശ ഭാഷകളിലേക്ക് ഒരുപാട് വിദേശ ഭാഷകളിലേക്ക് മലയാളത്തിൽ നിന്ന് എഴുതുകയാണ്. അദ്ദേഹം തന്നെ ഈ മുസ്ലിമാന്റെ പുസ്തകം ആദ്യമായിട്ട് മലയാളം ഉയർത്തുടങ്ങാറ് മലയാള ഭാഷയ്ക്ക് താങ്കളായിട്ട് മലയാള ഭാഷ നിലനിർത്തിക്കൊണ്ടുപോകാൻ സ്ഥലമാണല്ലോ. പക്ഷേ ഇത് ആദ്യമൊക്കെ പറയാൻ മുഖത്ത് ഓടിക്കേണ്ടതെങ്കിൽ കൂടിയാണ് എല്ലാവരും വായിച്ചു പറ്റുന്നത്. എന്നാലും ഒരു സ്റ്റാൻഡേർഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വായനയുടെ ഒരു സ്റ്റാൻഡേർഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ മുഖത്തോടെ കഥകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വായിച്ചു പോകാമെന്നുള്ള ഇതിലേക്ക് മാറിയിട്ട് അതിൽ നിന്ന് കാമുള്ള കഥകളിലേക്ക് പോകുന്നില്ല. ആ സമയം ഇത്തരം കാമുള്ള കഥകൾ, അതായത് സമൂഹത്തിൽ അംഗീകരിക്കുന്ന കഥകളിലേക്ക് അതിന് ഏറ്റവും സരസമായിട്ടുള്ളത് ഒരുപാട് രീതി ബഷീറിന്റെ ആ അവതരണ ശൈലി, അതുപോലെ അദ്ദേഹത്തിന്റെ സരസവും അതുപോലെ സരളവും രീതി മലയാള പ്രവർത്തനം എല്ലാവരും അദ്ദേഹത്തിന്റെ പുതിയ കടന്നു പോകും. അദ്ദേഹം